ഹലോ ഗായ്സ്, അങ്ങനെ ശാർക്കര ഉത്സവത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം ആറ്റിങ്ങലുള്ളവർക്ക് നന്നായിട്ട് അറിയാം, ശാർക്കര ഉത്സവം എന്നത് ഒരു ചെറിയ ഫെസ്റ്റിവൽ അല്ല, അതൊരു പൂർണ്ണമായ അനുഭവമാണ്. ഗ്രാമം മുഴുവൻ ദീപം കൊണ്ട് വെളിച്ചത്തിൽ തിളങ്ങുന്ന ഒരു മനോഹര ദൃശ്യ വിസ്മയ കാഴ്ച. അങ്ങനെ ഞാനും സാൻഡ്വേഡനും അതുപോലെ ഞങ്ങൾ ഈ ഒരു കാഴ്ച അല്ലെങ്കിൽ ഈ ഒരു വിഷ്വൽ ട്രീറ്റ് കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് കാറ് കൊണ്ടുപോയാൽ അവിടെ ഒന്നും പരിസരത്ത് പോലെ എത്താൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും, അതായത് അച്ഛൻ, അമ്മ, പിന്നെ ഞാൻ, സാൻഡ്വേഡൻ, അങ്ങനെ 2 സ്കൂട്ടിയിലായിട്ടാണ് പോയത്. ഇതാണ് അവിടുത്തെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ. ഇതൊരു എന്താ പറയുക, നേരിട്ട് കാണുമ്പോൾ ഒരു സൂപ്പർ, നമ്മുടെ കണ്ണിനൊക്കെ കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ശാർക്കര ഉത്സവപ്പറമ്പിന്റെ ഒരു 2-3 കിലോമീറ്റർ മുമ്പ് തന്നെ ഈ ഒരു ലൈറ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് വഴി തെറ്റുമെന്ന് പേടിക്കേണ്ട, കാരണം ഈ ഒരു ലൈറ്റിംഗ് കാര്യങ്ങളെല്ലാം തന്നെ ആ ഉത്സവപ്പറമ്പിൽ നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കും. അതിൽ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ഒരു ലൈറ്റിംഗ്, ഒരു ആർച്ച് പോലെ അത് അത്രയും കിലോമീറ്റേഴ്സ് നീണ്ടു നിൽക്കുന്ന ആ ഒരു ലൈറ്റിംഗ്. വഴിയരികിൽ അവരവരുടെ കുറച്ച് ഡാൻസും കാര്യങ്ങളും അതിനുള്ള DJ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ നമ്മൾ കൈകൊട്ടിക്കളി കണ്ടു. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് കരുതി നമ്മൾ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. അതിനുശേഷം വീണ്ടും നേരെ പോവുകയാണ്. 2 റെയിൽവേ ക്രോസും അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ഊടുവഴികളിലും പോയി അവസാനം നമ്മൾ ആ ഉത്സവപ്പറമ്പിൽ എത്തിക്കഴിഞ്ഞു. എത്തിയെന്ന് പറഞ്ഞാൽ ആ സമയമായപ്പോഴത്തേക്കും ഏകദേശം മഴയൊക്കെ ഒന്ന് ചാറി തുടങ്ങിയ ടൈമായിരുന്നു. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അവിടെ നിന്നു. അതാണ് എല്ലാവരും തലയിലൊക്കെ തുണിയൊക്കെ ഇട്ട് അങ്ങനെ നടക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഈ ഒരു കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾക്കൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ആൾത്തിരക്കിനും ഒരു അവസാനവും ഇല്ലായിരുന്നു. അത്രയ്ക്ക് ആളായിരുന്നു. ഒരു സൂചി ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും അത് താഴെ എത്തില്ല, അത്രയ്ക്കും ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവിടുത്തെ അമ്പലത്തിലെ ലൈറ്റിംഗ് കാര്യങ്ങളാണ്. ഈ ഒരു DJ സെറ്റപ്പ് അതൊരു സൂപ്പർ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. അതിൽ ഉള്ള ആ ഒരു ലൈറ്റ് തന്നെ കിടന്ന് ഡാൻസ് കളിക്കുന്നതൊക്കെ കാണുമ്പോൾ ശരിക്കും ഇതൊക്കെയാണ് ഉത്സവപ്പറമ്പ് എന്ന് പറയുന്നത്. ഈ ജനത്തിരക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഉത്സവം ആ ഒരു നാടിന് എത്രത്തോളം പ്രാധാന്യം ഉള്ളതാണെന്ന്. ഇവിടെ ആറ്റിങ്ങൽ, ചിറയൻകീഴ് ആ ഭാഗത്തുള്ളവർ മാത്രമല്ല, പല ജില്ലകളിൽ നിന്നുള്ളവരാണ് ഈ ഒരു ഉത്സവം കാണാനായി എത്തുന്നത്. അങ്ങനെ ആനയുടെ എഴുന്നള്ളത്തും വലം വെക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതിന് ശേഷം നമ്മുടെ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ കണ്ട് നമ്മൾ മുഴുകിയിരിക്കുകയായിരുന്നു. അത് മാത്രമല്ലല്ലോ അവിടുത്തെ പ്രത്യേകത, ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു ഉത്സവമാകുമ്പോൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ഗെയിമും റൈഡും കാര്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഇതാണ് നമ്മുടെ റൈഡറിന്റെ ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് എല്ലാം ഉള്ള ഒരു പ്ലേസ്. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് ഫുള്ളും അതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ടാണ് പോയിരിക്കുന്നത്. ഞാൻ, സാൻഡ്വേഡൻ, അമ്മ, അച്ഛൻ. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കുന്ന ഒരു ടൈം കൂടിയായിരുന്നു. അതിൻ്റെ മുഖം കാണുമ്പോൾ അറിയാൻ ഞാൻ എത്രത്തോളം സന്തോഷവതിയാണ്. ഈ ഒരു ലൈറ്റിംഗ് കാണുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് അത്രയും സന്തോഷം ഉണ്ടാകും. അപ്പോൾ കുഞ്ഞു കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ഒരുപോലെ ആസ്വദിക്കുന്ന ഒരുപാട് റൈഡ് കാര്യങ്ങളുണ്ട്. നല്ല രീതിയിൽ പേടിക്കാൻ പറ്റുന്ന ഒരുപാട് റൈഡുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാനേ എനിക്ക് പറ്റിയുള്ളൂ. മഴയും പിന്നെ കുറച്ച് പേടിയും കൂടെയൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും എക്സ്പീരിയൻസ് ചെയ്തില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ വിഷ്വൽ ട്രീറ്റ് എല്ലാം ഞാൻ നന്നായി കാണിച്ചു തരും. അതുകൊണ്ട് എല്ലാത്തിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തും കയറുന്ന ആൾക്കാരുടെ ക്യൂ ആണ് നിങ്ങൾ ആ കാണുന്നത്. ഈ ഒരു ഊഞ്ഞാലെന്ന് പറയുന്നത് അത് അവിടെ ഉള്ളതിലെ ഏറ്റവും വലിയ ഊഞ്ഞാലാണ്. ഇതിലും ചെറുതുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ കയറാനാണ് ആൾക്കാരുടെ തിക്കും തിരക്കും. അപ്പോഴും ആ നിൽക്കുന്ന ക്യൂ എന്ന് പറയുന്നത് കയറാനായിട്ട് വീണ്ടും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ പൊക്കം പോകുന്നത് കണ്ടാൽ തോന്നും ആകാശത്ത് നമ്മൾ മുട്ടുവന്ന്. ഈ ഒരു റൈഡ് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് റൗണ്ട് അടിച്ച് കറങ്ങുന്ന ഒരു റൈഡാണ്. ഭയങ്കര ഡേഞ്ചറസ് ആണ്. അവരത് അതിനകത്ത് എഴുതി പറയുന്നതുമുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു റൈഡുകളാണ് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. അതൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ചു. ഈ റൈഡ് എല്ലാം നടക്കുന്ന വീഡിയോ എടുക്കുന്ന സമയത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ആ ആൾത്തിരക്കിലൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, മഴ നാണിച്ച് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല. ഈ ഒരു ടോയ്സ് എന്ന് പറയുന്നത് എല്ലാ ആൺകുട്ടികളുടെ ഒരു വീക്ക്നെസ് ആണ്, എൻ്റെ ഭർത്താവിൻ്റെയും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറി ഞാൻ പലഹാര സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടുത്തെ സുന്ദരമായ കാഴ്ചകൾ. ഇതിൽ കുറച്ചൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ശാർക്കര വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.